ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയമാണല്ലോ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും ഭാരതമെമ്പാടും ഒരുപക്ഷെ ലോകമെമ്പാടും ഇത് വലിയ വാർത്തയാണ്. ഈ വലിയ വാർത്ത വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഛത്തീസ്ഗഡില് കേരളത്തിലെ നിയമം പോലെ ഉള്ള നിയമമല്ല എന്ന് ആരും പറയാറില്ല. എല്ലാവരും ചോദിക്കുന്നത് ഇന്ത്യ ഒരൊറ്റ ജനത. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുത്ത ഒരു കന്യാസ്ത്രീ ചോദിക്കുന്നത് കേട്ടു, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് നാം ഭാരതീയരാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന പ്രതിജ്ഞയാണ് ചൊല്ലിയിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നും അല്ല എന്ന്. വളരെ ദുരുദ്ദേശപരമായി ആ കന്യാസ്ത്രീ അങ്ങനെ പറഞ്ഞത് ശരിക്കും അറിവില്ലാത്തത് കൊണ്ടല്ല, ശരിക്കും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് ഭാരതീയരെല്ലാം ഒന്ന് തന്നെയാണ്, ഭരണഘടന ഒന്ന് തന്നെയാണ് എങ്കിൽ പോലും പല സംസ്ഥാനങ്ങൾക്ക് പല പ്രത്യേക അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കാശ്മീരിന് 370 വകുപ്പ് അനുസരിച്ച് സ്വന്തം ഭരണഘടന, സ്വന്തം പാർലമെന്റ്, സ്വന്തം പതാക, സ്വന്തം പ്രധാനമന്ത്രി വരെ ഉണ്ടായിരുന്നു. പിന്നീട് പടിപടിയായിട്ടാണ് ഇപ്പോൾ അത് ഭാരതത്തിന്റെ ഭാഗമായി മാറിയത്. എന്നാൽ അതുപോലെയല്ല നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ലക്ഷദ്വീപ് നോക്കും. ആ ലക്ഷദ്വീപിലേക്ക് നമുക്ക് ഓടി അങ്ങ് കയറി ചെല്ലത്തില്ല. നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കപ്പലുണ്ട്, നമുക്ക് പോകാം എന്നതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും അവിടെ പെർമിറ്റ് മേടിക്കണം. ആ പെർമിറ്റ് മേടിക്കാൻ നമ്മുടെ ആധാർ കാർഡ് നേരത്തെ അയച്ചു കൊടുക്കണം, ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം, എന്തിനു പോകുന്നു, എവിടെ പോകുന്നു, ഈ കാര്യങ്ങളൊക്കെ പറയണം. എങ്കിൽ മാത്രമാണ് ലക്ഷദ്വീപിലേക്ക് പോകാൻ കഴിയുക. അതുപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഇപ്പൊ നാഗാലാൻഡ്, മേഘാലയ, മിസോറാം, അങ്ങനെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് അങ്ങ് പ്രവേശിക്കാൻ പറ്റില്ല. അവിടെയും ചില നിബന്ധനകളുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ നിയമങ്ങളൊക്കെ രാജ്യം അംഗീകരിച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഛത്തീസ്ഗഡിലെ പല പ്രദേശങ്ങളും. അതിന്റെ കാരണം എന്താണ്? അവിടെ മാവോവാദികളും നക്സലൈറ്റുകളും ഒക്കെ പിടിമുറുക്കുകയും അവിടുത്തെ പഞ്ചായത്ത്, വില്ലേജ്, താലൂക്ക്, ഈ ഭരണ സംവിധാനങ്ങളെ എല്ലാം തന്നെ അവർ കീഴടക്കുകയും അവരുടെ സമാന്തര ഭരണം സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്ക് പട്ടാളത്തിനെ ഇറക്കി പിടിച്ചെടുത്തുകൂടെ എന്ന് ആർക്കും ചോദിക്കാൻ വളരെ എളുപ്പമാണ്. ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? സ്വന്തം ഭാരതീയരോട്. അവർ മാവോവാദികളായിട്ടോ അല്ലെങ്കിൽ നക്സലൈറ്റുകളായിട്ടോ വഴിതെറ്റിപ്പോയത് കൊണ്ടും വിദേശ ശക്തികൾ അവർക്ക് പണവും ആയുധവും ആശയങ്ങളും നൽകി ഇന്ത്യക്കെതിരായി അവരെ തിരിച്ചു നിർത്തിയിരിക്കുന്നത് കൊണ്ടും അവരെ ഏറ്റുമുട്ടലുകളിലൂടെ കീഴടക്കുകയും അതല്ലാതെ ആയുധം വെച്ച് കീഴടങ്ങാൻ പ്രേരിപ്പിക്കുകയും ആശയപരമായി ഭാരതത്തിന് അനുകൂലമാക്കി മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും. ഇതൊക്കെ നടക്കുമ്പോൾ അവരുടെ ആക്രമണോത്സുകമായിട്ടുള്ള സമീപനം, അതായത് അവർ ജനാധിപത്യത്തെ വിശ്വസിക്കുന്നില്ല, അവർ ആയുധമെടുത്ത് പോരാടി ഇന്ത്യൻ ഭരണകൂടത്തെ കീഴടക്കി തൊഴിലാളി ബന്ധ സർവാധിപത്യം സ്ഥാപിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ചൈന, ക്യൂബ, കൊറിയ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം ഉണ്ടാക്കണം എന്നവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ആ പ്രവർത്തനങ്ങളെ തടയിടാനും അവിടെയുള്ള ആദിവാസി ഗോത്രവർഗ വിഭാഗങ്ങളെ ചൂഷണം ചെയ്യുന്നത് തടയാനും വേണ്ടിയാണ് അവിടെ പല സ്ഥലങ്ങളിൽ, ഇപ്പൊ ബസ്താർ ജില്ല, നാരായൺപൂർ, ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ വളരെ വലിയ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവിടെ നിന്നുള്ള ആൾക്കാർ പുറത്തേക്ക് സഞ്ചരിക്കുകയോ സ്റ്റേറ്റ് വിട്ടു പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ സംസ്ഥാന ഭരണകൂടത്തിന്റെ അനുമതി വേണം, അല്ലെങ്കിൽ അറിയിച്ചിരിക്കണം. ഇങ്ങനെയുണ്ട്, അത് നിയമമാണ്. ഈ നിയമത്തെയൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഈ 2 കന്യാസ്ത്രീകൾ അവിടെ നിന്നുള്ള 3 പെൺകുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് പിടിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തിന്റെ നിയമവിധേയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് കന്യാസ്ത്രീകൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ നിയമവിധേയമായി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞോളൂ, ഞങ്ങൾ അതിന് തയ്യാറാണ്. അങ്ങനെ വസ്തുതകൾ, സത്യം, യാഥാർത്ഥ്യം തെളിയിച്ച് മുന്നോട്ട് പോകാം എന്നല്ലേ പറയേണ്ടത്. അതിന് പകരം എന്താ ഇപ്പൊ സംസാരിക്കുന്നത്? ഈ രാജ്യം ഞങ്ങൾക്കെതിരാണ്, ഭരണകൂടം ഞങ്ങൾക്കെതിരാണ്, ഞങ്ങളുടെ മതത്തിന്റെ പേരിൽ വേട്ടയാടുകയാണ്, സമത്വമില്ല, ഭരണഘടനയെ മാനിക്കുന്നില്ല എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ അത് സത്യവിരുദ്ധമല്ലേ? ഇങ്ങനെ അസത്യവും കള്ളവും പറയാനാണോ ക്രൈസ്തവ സഭകൾ കന്യാസ്ത്രീകളെ പഠിപ്പിക്കുന്നത്? ഇനി അവരെ അനുകൂലിക്കുന്നവരുടെ കാര്യം എടുക്കൂ. രാഷ്ട്രീയ പാർട്ടികൾ, സഭാ മേലധ്യക്ഷന്മാരിൽ 1-2 പേർ, ഇവരൊക്കെ
ഈ രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ നിയമത്തെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ഇവർ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. നിയമലംഘനം നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ലല്ലോ. ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കേസ് NIA കോടതിയിലേക്ക് വിട്ടു. അതിൽ കോടതി എടുത്ത തീരുമാനത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കോ മതസംഘടനകൾക്കോ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ലല്ലോ. കോടതിയല്ലേ തീരുമാനിക്കുക. ആ വിധിയില് കോടതി തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. The applicants did not provide a valid reason for taking the girls out of the state. അതായത് ഈ പെൺകുട്ടികളെ സ്റ്റേറ്റിന് പുറത്തേക്ക്, ഛത്തീസ്ഗഡിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് മതിയായ കാരണം കാണിക്കാൻ അവർക്ക് സാധിച്ചില്ല. കോടതിയുടെ ഉത്തരവിൽ പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നോ സ്റ്റേറ്റ് അതോറിറ്റി വാസ് ഇൻഫോംഡ് ബിഫോർ ട്രാൻസ്പോർട്ടിംഗ് ദ ട്രൈബൽ ഗേൾസ്. അതായത് ഈ ആദിവാസി പെൺകുട്ടികളെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് സംസ്ഥാന അധികാരികളെ അറിയിച്ചിരിക്കണം എന്നുള്ളതും പാലിച്ചിട്ടില്ല. അപ്പൊ രണ്ട് കാര്യങ്ങൾ കോടതി ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, ഡ്യൂ ടു ദീസ് റീസൺസ് ബെയിൽ ഷുഡ് ബി ഡിനൈഡ്. They also argued that the present court does not have jurisdiction under the National Investigation Agency Act, NIA Act 2008, and that such case must be heard by special designed courts under the Act. അതായത് NIA കോടതിക്കാണ് ഈ കേസ് കേൾക്കാനുള്ള അധികാരം. എന്നിരിക്കെ മറ്റേതെങ്കിലും കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്താൽ ആ കോടതിക്ക് ആ കേസ് തള്ളാനല്ലേ പറ്റൂ, ജാമ്യം കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ സിവിൽ കോടതി കൊണ്ട് ക്രിമിനൽ കേസ് കൊടുത്താൽ കോടതി എന്ത് പറയും? ഇത് ഇവിടെ അല്ല തരേണ്ടത്, ക്രിമിനൽ കോടതി കൊടുക്കുമെന്ന് പറയും. ഇനി ക്രിമിനൽ കോടതി കൊണ്ടുപോയി സിവിൽ കേസ് കൊടുത്താലോ അപ്പോഴും പറയും ഇത് ഇവിടെ അല്ല, അപ്പുറത്താണ് കൊടുക്കേണ്ടതെന്ന് പറയും. ഇനി ഫാമിലി കോർട്ടിൽ പോയിട്ട് ഫാമിലി കോർട്ടിൽ ചെന്നിട്ട് കൊള്ളയടിക്കുന്ന ഒരു കേസ് കൊടുത്തു എന്നിരിക്കട്ടെ, അല്ലെ മോഷണക്കുറ്റത്തിന്റെ കേസ് ഫാമിലി കോർട്ടിൽ കൊടുത്താൽ അവർ പറയും ഇത് ഇവിടെ അല്ല തരേണ്ടത്, ഇത് ക്രിമിനലാണ്, അതുകൊണ്ട് ക്രിമിനൽ കോർട്ടിൽ കൊടുക്കൂ എന്ന് പറയും. ഇതൊന്നും അറിയാത്തവരല്ലല്ലോ സഭകളും നേതാക്കളും. ഇനി കന്യാസ്ത്രീകൾക്ക് ഇതൊന്നും അറിയില്ലായിരിക്കാം, പക്ഷേ ഈ കേസ് കൊടുക്കുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഒരു വക്കീലന്മാർക്ക് അറിയാമല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്? അതായത് ഈ കേസ് കൊടുക്കേണ്ട കോടതിയിലേക്ക് പോകാതെ ഈ കേസ് കൊടുക്കേണ്ടാത്ത കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുകയും കേസ് തള്ളുകയും അവസാനം ജാമ്യം നിഷേധിക്കപ്പെടുന്ന അവസ്ഥ വരെ എത്തിക്കുന്നു. ഇതിന്റെ പിന്നിൽ ആരാണ് കളിച്ചത്? പഠിക്കേണ്ട കാര്യമല്ലേ? കത്തോലിക്ക സഭയ്ക്കോ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിനോ യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ല. അവർക്ക് നിയമത്തെക്കുറിച്ച് യാതൊരു ബന്ധവും ഇല്ല. അവർക്ക് ഉപദേശം കൊടുക്കാൻ ഒരു വക്കീലുമില്ല, ഒരു നിയമസഹായവും ഇല്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? അപ്പോൾ ആരൊക്കെയോ ഇവരെ കൊണ്ട് പൊട്ടം കളിപ്പിക്കുകയാണ്. എന്നിട്ട് പല കോടതികളിലും കയറ്റി ഇറക്കി അവസാനം അവർ ജയിലിൽ കിടന്ന് ജാമ്യം തേടേണ്ട അവസ്ഥ ഉണ്ടാക്കുകയാണ്. ഇതല്ലേ സത്യത്തിൽ നടക്കുന്നത്? ഇനി ഞാൻ മറ്റു ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇതേ ഛത്തീസ്ഗഡില് 2021 നടന്ന ഒരു സംഭവമുണ്ട്. അവിടെ അന്ന് 5 പുരോഹിതന്മാരെയാണ് ജയിലിലിട്ടത്. ഒരു വർഷക്കാലമാണ് ഈ 5 പുരോഹിതന്മാരും ജയിലിൽ കിടന്നത്. എന്നിട്ട് 2021 ഡിസംബർ 21 അവർക്ക് ജാമ്യം കിട്ടുന്നത്. അത് ഹൈക്കോർട്ട് ഓഫ് ഛത്തീസ്ഗഡ് ബിലാസ്പൂർ, അവിടെ നിന്നാണ് ജാമ്യം കിട്ടുന്നത്. അന്ന് ജയിലിൽ കിടന്ന 5 ക്രിസ്ത്യൻ പുരോഹിതന്മാരുണ്ട്. ഞാൻ അവരുടെ പേരുകൾ കൃത്യമായിട്ട് വായിക്കാം. അതായത് സിമോൺ ഖേസ്, കുൽദീപ് കെർക്കട്ട, സമാൽ ടിർക്കി, അമിത് ലഡ്ക, പ്രവീൺ ലഡ്ക. ഇതാണ് അന്നത്തെ 5 പുരോഹിതന്മാരുടെ പേര്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇവരൊക്കെ അവിടുത്തെ ആദിവാസികളാണ്, ക്രിസ്തുമതം സ്വീകരിച്ചു, പിന്നെ പുരോഹിതന്മാരായതാണ് എന്നൊക്കെ. ഒരു കൊല്ലക്കാലം ഇവർ ജയിലിൽ കിടന്നു. ഏത്? ജാമ്യം കിട്ടാൻ വേണ്ടി. ഒരു ചർച്ച ഉണ്ടായില്ലല്ലോ, ഒരു പ്രതിഷേധം ഉണ്ടായില്ലല്ലോ, ഒരു ചാനലും ചർച്ച ചെയ്തില്ല, ഒരു പത്രത്തിലും വാർത്ത ഒരക്ഷരം പോലും അച്ചടിച്ച് വന്നില്ലല്ലോ, ആരും അറിഞ്ഞില്ല. അതുപോട്ടെ, നമ്മുടെ ഈ കേരളത്തിൽ 2-3 വർഷം മുമ്പ് പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇതേപോലെ 2 കന്യാസ്ത്രീകൾ, മലയാളികൾ, ഇതേപോലെ 3 ഛത്തീസ്ഗഡ് പെൺകുട്ടികളെയും കൊണ്ട് വന്നിറങ്ങി. കേസായി. പോലീസ് കേസെടുത്തു. ആ പോലീസ് കേസ് തീർന്നിട്ട് 3 കൊല്ലം കയറി ഇറങ്ങി നടന്ന് 2 ദിവസം മുമ്പ് 29 തൃശ്ശൂർ കോടതി അവരെ വെറുതെ വിട്ടത്. എന്താ വെറുതെ വിടാൻ കാരണം? കേസെടുത്തത് തെറ്റായിരുന്നു. അവരെടുത്ത ഒരു ക്ലോസും അവരെടുത്ത ഒരു സെക്ഷനും തെളിയിക്കാൻ പറ്റിയില്ല.
ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ പിണറായി വിജയന്റെ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പൊ റെയിൽവേ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർ ഓർക്കും ഈ റെയിൽവേ പോലീസ് കേന്ദ്രത്തിന്റെയാണ്. അല്ല, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് കേന്ദ്രത്തിന്റെ. റെയിൽവേ പോലീസ് എന്ന് പറയുന്നത് അതാത് സംസ്ഥാന പോലീസിന് തന്നെ റെയിൽവേയിലേക്ക് കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. ആ ഭരണം സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ തന്നെയാണ് വരിക. അപ്പോൾ പിണറായി വിജയൻ സർക്കാർ അവരുടെ പോലീസിനെ കൊണ്ട് 3 കൊല്ലം മുമ്പ് തൃശ്ശൂരിൽ വെച്ച് 2 കന്യാസ്ത്രീകളെ 3 ഛത്തീസ്ഗഡ് പെൺകുട്ടികളുമായി കണ്ടപ്പോൾ അറസ്റ്റ് ചെയ്തു, കേസാക്കി. 3 കൊല്ലം കേസ് കളിച്ച് 2-3 ദിവസം മുമ്പാണ് അവർക്ക് കേസിൽ നിന്ന് വിടുതൽ കിട്ടിയത്. നിരപരാധികളാണെന്ന് പറഞ്ഞ് വിട്ടയച്ചു. അപ്പൊ നിരപരാധികളായ കന്യാസ്ത്രീകളെ 3 കൊല്ലക്കാലം കേസ് കളിപ്പിച്ച, 3 കൊല്ലം മുമ്പ് അറസ്റ്റ് ചെയ്ത പിണറായി വിജയനെതിരെ എവിടെയെങ്കിലും സമരം കണ്ടോ? എവിടെയെങ്കിലും പ്രതിഷേധം ഉണ്ടായോ? ഏതെങ്കിലും കേരള ചാനൽ ചർച്ച ചെയ്തോ? ഏതെങ്കിലും പത്രത്തിൽ വാർത്തയുണ്ടായോ? ഇപ്പൊ വെറുതെ വിട്ടപ്പോൾ പോലും ഹിന്ദു പേപ്പറിന്റെ ഒരു എഡീഷനിൽ മാത്രമാണ് ഒരു ചെറിയ വാർത്ത വന്നത്. ബാക്കി ആരും ഇത് കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല. പക്ഷെ BJP ഭരിക്കുമ്പോൾ ഇതുപോലൊരു കേസുണ്ടായാൽ ആഗോളതലത്തിൽ ഭയങ്കര സംഭവമാണ്. 2021 ഛത്തീസ്ഗഡില് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് 5 പുരോഹിതന്മാരെ 1 വർഷക്കാലം ജയിലിലിട്ടത്. ചർച്ചയില്ല, പ്രതിഷേധമില്ല, ആർക്കും വിമർശനമില്ല, കണ്ടതായിട്ടും കേട്ടതായിട്ടും ഭാവിച്ചിട്ടില്ല. അപ്പോൾ BJP ഭരിക്കുന്ന സ്ഥലത്ത് മാത്രം ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഞാൻ മറ്റു ചില കാര്യങ്ങളും കൂടെ പറയാം. ഈ രാജ്യത്ത് ഏറ്റവും വലിയ, അല്ല, ഈ ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു ആചാര്യനാണ് ശങ്കരാചാര്യർ. ക്രിസ്ത്യാനികൾക്ക് മാർപ്പാപ്പ എന്ന് പറയുന്നത് പോലെയാണ് ഹിന്ദുക്കൾക്ക് ശങ്കരാചാര്യർ. അങ്ങനെയുള്ള ശങ്കരാചാര്യരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു, 2 മാസക്കാലം ജയിലിലിട്ടു, 10 വർഷം കേസ് കളിച്ചു. അവസാനം കോടതി വെറുതെ വിട്ടു. ഒരു ശങ്കരാചാര്യരല്ല, ശങ്കരാചാര്യരുടെ അടുത്ത ശങ്കരാചാര്യരാകേണ്ട അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയെയും കൂടെ, അതായത് അദ്ദേഹത്തിന്റെ പിൻഗാമിയെയും കൂടി അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതാണ്. എന്നിട്ട് 10 കൊല്ലം കേസ് കളിച്ചു. ആരെങ്കിലും എതിർത്തോ? ഏതെങ്കിലും ഹിന്ദു സംഘടനകൾ എതിർത്തോ? അതായത് ഈ രാജ്യത്ത് നിരവധി സന്യാസിമാർക്കെതിരെ കേസ് ഉണ്ടാവുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ലല്ലോ, ആരും എതിർക്കുന്നില്ലല്ലോ, ആരും പ്രതിഷേധിക്കുന്നില്ലല്ലോ. എന്താ കാരണം? ഈ രാജ്യത്തെ നിയമത്തെ അംഗീകരിക്കുന്നു, നിയമത്തെ അനുസരിക്കുന്നു. 10 വർഷമെങ്കിൽ ശങ്കരാചാര്യർ 10 വർഷം കേസ് കളിച്ചിട്ടാണ് വിടുതൽ നേടിയത്. ഇതുപോലെ എത്രയോ സ്വാമിമാർക്കെതിരെ എന്തെല്ലാം കേസുകൾ പണ്ടുകൊണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്താ വാർത്തയാകാത്തത്? അപ്പോൾ ഇതൊക്കെ കൃത്യമായ ചില അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നടത്തുന്ന കളികളാണ്. ഈ ഛത്തീസ്ഗഡിൽ 35 കോൺഗ്രസ് MLA-മാരുണ്ട്. ഒരൊറ്റ എണ്ണം പ്രതിഷേധിച്ചോ? ആരെങ്കിലും രംഗത്തിറങ്ങിയോ? ഇല്ലല്ലോ. കേരളത്തിലെ MLA-മാര്, കേരളത്തിലെ MP-മാര്, ഇവരെല്ലാം ഛത്തീസ്ഗഡിൽ പോയി അവിടെയാണ് ബഹളം. ആ ബഹളം കൂട്ടിക്കൂട്ടിയാണ് ഈ പറയുന്ന നിസാരമാകാമായിരുന്ന ഒരു കേസ് അവസാനം ജയിലിൽ കിടക്കേണ്ട അവസ്ഥയിലേക്ക് വന്ന്, ജാമ്യം നിഷേധിക്കുന്ന അവസ്ഥ വന്ന്, ഇനി NIA കോടതി തീരുമാനമെടുക്കട്ടെ എന്നുള്ള ഘട്ടത്തിൽ വരെ എത്തിച്ചത് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ഛത്തീസ്ഗഡിൽ പോയി കിടന്ന് അത്യധ്വാനം ചെയ്തിട്ടാണ്. എന്താ കാരണം? കന്യാസ്ത്രീകളെ ജയിലിൽ കിടത്തിയാൽ BJP-ക്കെതിരായി ക്രിസ്ത്യാനികളെ തിരിക്കാം എന്നുള്ള ഗൂഢമായ നികൃഷ്ടമായ രാഷ്ട്രീയം. അതാണ് ഇവിടുത്തെ CPM-ഉം ഇവിടുത്തെ കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ക്രൈസ്തവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കന്യാസ്ത്രീകൾ പറയുന്ന ഒരു കാര്യം, അതായത് ഞങ്ങൾ പാവങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു, അവർക്ക് അക്ഷരാഭ്യാസം കൊടുക്കുന്നു, അവർക്ക് ആരോഗ്യ പരിരക്ഷ കൊടുക്കുന്നു, അവർക്ക് പല പല സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഈ സേവനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ അവിടെ പോയത്. നല്ല കാര്യമാണ്. കന്യാസ്ത്രീകൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കന്യാസ്ത്രീകൾ വിദ്യാഭ്യാസം കൊടുക്കുന്നു, പോഷകാഹാരം കൊടുക്കുന്നു, സാമ്പത്തിക സഹായം കൊടുക്കുന്നു, എല്ലാവിധത്തിലും പാവപ്പെട്ട ജനങ്ങളെ സേവിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു ചെറിയ ചോദ്യം ഇതാണ്: ഈ മലപ്പുറത്ത് എന്താ സേവിക്കാൻ പോവാത്തത്? കാസർഗോഡ് എന്താ സേവിക്കാൻ പോവാത്തത്? കോഴിക്കോട്ട് എന്താ സേവിക്കാൻ പോവാത്തത്? ഒരൊറ്റ മുസ്ലിമിനെയും എന്താ മതം പരിവർത്തനം ചെയ്യാത്തത്? ഇപ്പൊ ധാരാളം ക്രൈസ്തവ പുരോഹിതരുണ്ട്, ഹിന്ദു നാമധാരികളാണ്, ഹിന്ദു പേരുകളാണ്. എന്നാൽ ഏതെങ്കിലും ഒരു ബിഷപ്പിന്, ഏതെങ്കിലും ഒരു വികാരിയച്ഛന്, ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പുരോഹിതന് മുസ്ലിം പേരിട്ട് കണ്ടിട്ടുണ്ടോ? ഹിന്ദു പേരുകളുള്ള ധാരാളം പേരുണ്ട്. ഹിന്ദു പേരുകളോട് സാമ്യമുള്ള ധാരാളം പേരുകൾ ഇടുന്ന കന്യാസ്ത്രീകളുമുണ്ട്. എന്നാൽ മുസ്ലിം പേരിട്ട ഒരു കന്യാസ്ത്രീയെ കാണാൻ പറ്റുമോ? മുസ്ലിം പേരിട്ട ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ കാണാൻ പറ്റുമോ? എന്താ കാണാൻ പറ്റാത്തത്? വടക്കേന്ത്യയിലൊക്കെ ചെന്നാൽ കാവി വസ്ത്രം ധരിച്ച സ്വാമി എന്ന പേരൊക്കെയുള്ള
ഹിന്ദു സന്യാസിമാരെ പോലെ തന്നെ തോന്നിക്കുന്ന ധാരാളം ക്രൈസ്തവരവിടെ ഉണ്ട്. സന്യാസിനിമാരും ഉണ്ട്, കന്യാസ്ത്രീകളും ഉണ്ട്. അവരെയൊക്കെ സന്യാസി, സന്യാസിനി, സ്വാമി എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ ക്രിസ്ത്യൻ പുരോഹിതരാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ കണ്ടാ അറിയത്തില്ല, ആദ്യം കാണുന്നവർക്ക് ഒന്നും പിടികിട്ടുകയില്ല. അങ്ങനെയെങ്കിൽ മുസ്ലിം പുരോഹിതന്മാരുടെ വേഷം എന്താ കെട്ടാത്തത്? മുസ്ലിം പേരിലുള്ള കന്യാസ്ത്രീകളും മുസ്ലിം പേരിലുള്ള പുരോഹിതന്മാര്, ക്രിസ്ത്യൻ പുരോഹിതന്മാര് എന്താ ഇല്ലാത്തത്? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമല്ലേ? അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ സേവന പ്രവർത്തനം വേണ്ട, മുസ്ലിങ്ങളുടെ ദാരിദ്ര്യം മാറ്റണ്ട, മുസ്ലിങ്ങളുടെ അക്ഷരാഭ്യാസം കൊടുക്കണ്ട, മുസ്ലിങ്ങളുടെ ആരോഗ്യ പരിപാലനം ചെയ്യണ്ട, മുസ്ലിങ്ങളെ മാത്രം അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഹിന്ദുക്കളെ സെലക്ട് ചെയ്ത് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയും ഹിന്ദുക്കളെ സെലക്ട് ചെയ്ത് അവരെ സേവിക്കുകയും ഹിന്ദുക്കളെ സെലക്ട് ചെയ്ത് ഭക്ഷണം കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, അക്ഷരാഭ്യാസം കൊടുക്കുന്നു, സേവനം കൊടുക്കുന്നു. എന്തിനാണ് ഈ സെലക്ട് ചെയ്ത് ഹിന്ദുക്കളെ മാത്രം? ഈ മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട മുസ്ലിങ്ങളെ ആയിരക്കണക്കിന് ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. വീടില്ലാത്തവരുണ്ട്, ഭക്ഷണം ഇല്ലാത്തവരുണ്ട്, മരുന്നില്ലാത്തവരുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്, പല പല ദാരിദ്ര്യം അനുഭവിക്കുന്ന ധാരാളം മുസ്ലിങ്ങൾ ഈ കേരളത്തിൽ തന്നെയുണ്ട്. എന്നിട്ട് ഈ കേരളത്തിലുള്ള കന്യാസ്ത്രീകൾ ഇവരെ ആരെയും കാണാതെ, ഇവരെ ആരെയും സഹായിക്കാതെ നേരെ അങ്ങോട്ട് പോകുന്നു. കൂടുതൽ ചോദിച്ചാൽ പറയും ഭയങ്കര വർഗീയതയായി ഇയാൾ പറയുന്നതെന്ന്. അതായത് സത്യം എന്തെങ്കിലും എടുത്തു ചോദിച്ചാൽ ഒരു പേര് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സംഘി, RSS ആണ്, BJP ആണ്. സത്യം പറയുന്നതിന് സംഘിയെന്നും RSS എന്നും BJP ക്കും ഒക്കെ പേരിടുന്നത് നല്ലതാണ്. അത് അവർ വളരും. ആര്? BJP ക്കാരും RSS കാരും സംഘികളും ഒക്കെ വളരും. എന്നല്ലാതെ സത്യത്തെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ കോലാഹലമെല്ലാം കൂട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോ ശങ്കരാചാര്യരെ പോലും പിടിച്ച് അകത്തിടാൻ നിയമമുള്ള രാജ്യത്ത്, അകത്ത് കിടക്കാൻ തയ്യാറുള്ള ശങ്കരാചാര്യന്മാരുള്ള രാജ്യത്ത് ഞങ്ങളെ തൊടാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറല്ല എന്നല്ലേ? അത് ശരിയാണോ എന്നൊരു ചോദ്യമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാറുള്ളത്.